ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർ പഞ്ചാൽ മേഖലയിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുകയാണ്. രാഷ്ട്രീയ റൈഫിളിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം തുടരുകയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ NIA മേധാവി ഇന്ന് എത്തും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. നിലവിൽ 50 പേരെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 മാസത്തിനിടയിൽ ഇവർ നടത്തിയ പണമിടപാട് വിവരങ്ങൾ NIA ശേഖരിച്ചു വരികയാണ്. നന്ദഗോപൻ ചേർന്നു. നന്ദൻ, എപ്പോഴാണ് NIA മേധാവി അവിടേക്ക് എത്തുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, NIA മേധാവി ഇതിനോടകം തന്നെ ഇവിടേക്ക്, അതായത് ഈ ബൈസറൻ വാലിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി NIA ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ 3D മാപ്പിംഗ് നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി ആ 3D മാപ്പിംഗ് അവസാനിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ പലതവണ ബൈസറൻ വാലിയിൽ ഉണ്ടായ അക്രമം അത് വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് ഉള്ള ഒരു അന്വേഷണം ഇതിനോടകം തന്നെ NIA നടത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള അന്വേഷണ പുരോഗതിയാണ് NIA അവകാശപ്പെടുന്നത്. 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏതാനും ചിലരെ ബ്രെയിൻ മാപ്പിങ്ങിനടക്കം വിധേയമാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പിർപഞ്ചാൽ മേഖലയിൽ ആ മലനിരകളിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ളത് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അവിടേക്ക് RRന്റെ സെർച്ചിങ് SOG RRന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അവിടെ സെർച്ചിങ് നടപടികൾ പുരോഗമിക്കുകയാണ് അവരുടെ നേതൃത്വത്തിൽ. അവിടെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ അവിടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് പ്രധാനമായി ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും അത്തരം സെർച്ചിങ് നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ അതിർത്തി മേഖലയിൽ ഇപ്പോഴും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ കഴിഞ്ഞ ദിവസം കുപ്വാര അടക്കമുള്ള മേഖലകളിൽ ഭാരതത്തിൻ്റെ BSF പോസ്റ്റുകളിലേക്ക് ഇന്നലെ ഈ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തിരിച്ച് ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് BSF നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, BSFൻ്റെ ഭാഗത്തുനിന്നും അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടികൾ ഇതിപ്പോൾ തുടർച്ചയായ 7ാം ദിവസമാണ് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് BSFൻ്റെ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് തുരുതുര വെടിയുതിർക്കുന്നത്. ഇതേ നാണയത്തിൽ എല്ലാ ദിവസവും ഇതേപോലെ തന്നെ BSF മറുപടി നൽകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം ഭാരതത്തിൻ്റെ ഓപ്പറേഷണൽ സൈനിക മേധാവി അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തെ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഓപ്പറേഷണൽ മേധാവി പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്നത് നിരന്തരമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സൈനിക ഓപ്പറേഷൻ മേധാവി പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേവിക.